ഔന്നത്യം തൊട്ടറിയാൻ കഴിഞ്ഞതിന്റെ വിസ്മയത്തിലാണ് കോഴിക്കോട്ടുകാരനായ 7 വയസ്സുകാരൻ നിലൻ. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിലൻ അമ്മ അനുശ്രീക്കൊപ്പമാണ് ഹിമാലയ ശൃംഗങ്ങൾ കീഴടക്കാനുള്ള യാത്ര തുടങ്ങിയത്. ട്രക്കിംഗ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അനുശ്രീ ഓരോ യാത്രകൾ കഴിഞ്ഞെത്തുമ്പോഴും അതിശയിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ കുരുന്ന് നിലന് ഏറെ ഇഷ്ടമായിരുന്നു. അപ്പോഴേക്ക് നിലന്റെ ചോദ്യം എന്നാണ് തന്നെയും മല കയറാൻ കൊണ്ടുപോവുക എന്നായിരുന്നു. ഹിമാലയൻ യാത്ര എന്ന ലക്ഷ്യം അനുശ്രീ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയമായിരുന്നു അത്. കുഞ്ഞിനെയും കൂട്ടിയുള്ള യാത്രയ്ക്ക് എല്ലാ അനുമതിയും ലഭിച്ചതോടെ പുതിയ ചരിത്രം പിറവിയെടുക്കുകയായിരുന്നു. മോനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ തീരുമാനം എടുത്തപ്പം എനിക്ക് ആദ്യം വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മോൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം ഞാൻ ഇത് സ്ഥിരം പോകുന്നതുകൊണ്ട് ഇവർക്കിത് വിഷയമല്ല. പക്ഷെ മോൻ ഇത്രയും ചെറിയ പ്രായത്തിലുള്ളതായതുകൊണ്ട് എല്ലാവർക്കും അത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എന്നെക്കൊണ്ട് പറ്റും, അവന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് അവനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അവനും ഞാനും ഈ മാനിഫെസ്റ്റേഷനിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എങ്ങനെയായിരിക്കും ബേസ് ക്യാമ്പിൽ നാഷണൽ ഫ്ലാഗുമായിട്ട് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു AI ക്രിയേറ്റഡ് ഇമേജ് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴൊക്കെ ഡൗൺ ആവുന്നോ അപ്പോഴൊക്കെ ഞങ്ങൾ അത് എടുത്തിട്ട്, അപ്പം ഞാൻ അവൻ എന്നോടും അമ്മ ഇത് നമുക്ക് ഇതേപോലെ അവിടെ പോയി നിൽക്കണ്ടേ. അപ്പം നമ്മളതിങ്ങനെ ഒരുപാട് വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ നേടിയെടുത്തൊരു അച്ചീവ്മെൻ്റാണ്. 2026 മെയ് 1 അനുശ്രീയും നിലനും ഹിമാലയൻ യാത്ര തുടങ്ങുന്നത്. ആരെയും അമ്പരിപ്പിക്കുന്ന മഞ്ഞുമലകളിലേക്ക് കുഞ്ഞു പാദങ്ങൾ ചവിട്ടി കയറുമ്പോൾ നിലന് ഒട്ടും പരിഭ്രമം തോന്നിയില്ല. തനിക്കൊപ്പം എന്തിനും ഏതിനും അമ്മയുണ്ടല്ലോ എന്ന വിശ്വാസം, ഒപ്പം എന്തു വന്നാലും വിജയിച്ചിട്ടേ മടങ്ങൂ എന്ന ആത്മവിശ്വാസവും, ഒടുവിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ദേശീയ പതാകയ്ക്കരികിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണെന്ന് അവർ അറിഞ്ഞില്ല. പേടിയില്ലായിരുന്നു ചെറുതായി. പിന്നാണെങ്കിൽ ഒന്നാമത് ട്രക്കിങ്ങിന് അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് പേടി വന്നിട്ടാണ് ഹാർട്ടിന് ഇവിടെ ഒരു ചെറുതായിട്ട് വേണം. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് സൂപ്പർ പവർ ഉണ്ട്. നാംചെ ബസാർ ലബൂച്ചയിലൊക്കെയാണ് മഞ്ഞൊക്കെ ഉള്ളത്. നാംചെ ബസാറിലേക്കൊക്കെ തണുപ്പേ ഉള്ളൂ. ലബൂച്ചെ പീക്ക് ലുക്ലയിലൊന്നും തണുപ്പില്ല. ലുക്ലയിൽ തണുപ്പ് മാത്രമേ ഉള്ളൂ, മഞ്ഞില്ല. അവിടെ എല്ലാവരും സ്ഥിരം കഴിക്കുന്ന ദാൽബാദാണ്. ഞാൻ കഴിച്ച കോൺഫ്ലേക്സ്, ചോക്കോസ്, ചോറ്, പപ്പടം അവിടെ ഇന്ത്യൻ മോഡലല്ല. നേപ്പാളി അങ്ങനെ സ്മൂത്തൊന്നും ഇങ്ങനെ കട്ടിയുള്ളതല്ല. ഒരു കൊട്ടുകൂട്ടിയാൽ തന്നെ അത് അപ്പം പീസ് പോകുമ്പോൾ കുറേ കയറുന്നതുകൊണ്ട് ഇവിടെ ചെറുതായിട്ട് തന്നെ ഇറങ്ങുമ്പോൾ ഇവിടെ ബേസ് ക്യാമ്പ് എത്തിയപ്പോൾ ഒരു 8 ദിവസം ഉണ്ടായിരുന്നു. ഇറങ്ങാൻ ഒരു 4 ദിവസം കിട്ടി. എന്നാലും സേഫായിട്ട് എങ്ങനെ സേഫായിട്ട് എത്തിയെന്ന് വെച്ചാൽ അമ്മി അപ്പച്ചൻ മാമണ്ണൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എനിക്ക് ഹാപ്പി അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാം, കുറേ കുട്ടികൾ എൻ്റെ ക്ലാസ്സിലെ ഓരോ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതിനെ മുട്ടായി കവറൊക്കെ തറയിടും. അപ്പൊ ഞാനാണത് ഇവർക്ക് കൊണ്ട് വേസ്റ്റ് ഇടുന്നത്. ഇത് കാണുന്ന കുട്ടികളോട് മോൻ എന്താ പറയാനുള്ളത്? യാത്ര പോകണം, കാഴ്ചകൾ കാണണം, കൂടുതൽ കരയാൻ പാടില്ല. പറഞ്ഞാൽ കേൾക്കണം. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ എന്ന പേര് ഇനി നിലന് സ്വന്തം. കോഴിക്കോട്ടെ അന്നശ്ശേരി ചാലിൽ മോഹന്റെയും ബീനയുടെയും മകളാണ് അനുശ്രീ. ഹിമാലയൻ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ അനുശ്രീയെയും നിലനെയും വിദ്യാ ബാലകൃഷ്ണൻ MLA അനുമോദിച്ചു. ഒരു 7 വയസ്സുകാരൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുക എന്ന് പറയുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നമാണ്. അവരെ സംബന്ധിച്ച് നടപ്പിലാക്കാൻ എത്ര ആഗ്രഹിച്ചാൽ പോലും 7 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴായിട്ട് ആഗ്രഹമായി മാത്രം നിൽക്കുന്ന ഒരു സ്വപ്നമാണ്
ഇവിടെ നിളൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് സപ്പോർട്ടായി നിന്നിട്ടില്ല, ഒരുപാട് ഇതുപോലുള്ള ട്രക്കിങ്ങും അനുഭവങ്ങളൊക്കെയുള്ള അവരമ്മയെ കൂടെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചറിയാം, കുറച്ചൊരു പ്രായം അല്ലെങ്കിൽ ഒരു സ്കൂൾ ലെവലിലേക്ക്, ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് പാരൻസ് തൊട്ടടുത്ത പ്രദേശത്തേക്ക് പോലും ടൂറുകൾ പോലും, സ്കൂളിൽ നടക്കുന്ന യാത്രകൾ, വിനോദയാത്രകൾക്ക് പോലും അനുമതി നൽകാത്ത ഒരു കാലഘട്ടത്തിലാണ് 7 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ ഇത്രയധികം ഉയരത്തിലേക്ക്, എവറസ്റ്റ് പോലുള്ള ഒരു പ്രദേശത്തേക്കൊക്കെ കൊണ്ടുപോകും. സ്വാഭാവികം നമുക്കറിയാം, കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥയല്ല നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ACV ന്യൂസ് കോഴിക്കോട്.